അനുമോളോട് ബിൻസി ചോദിക്കുകയാണ്, തേങ്ങയുണ്ടോ ഇവിടെ തോരൻ വെക്കാൻ? ആ, തേങ്ങയുണ്ട്, തോരൻ വെക്കാം, ക്യാരറ്റ് തോരൻ വെക്കാമെന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ പറയാം, ചിരവയുണ്ടോ ഇവിടെ തേങ്ങ തിരിങ്ങാൻ? മുൻഷി പറയുന്നുണ്ട്, ആ സംവിധാനങ്ങളൊക്കെ ഇവിടെ ആയെന്ന് പറയുന്നു. ആണോ, അതൊക്കെ ഉണ്ടോ? മുൻഷി പറയുന്നുണ്ട്, ആഹാരത്തിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ അനുമോളാണ് ഉത്തരവാദിത്വം. സരിക മുടി ഇങ്ങനെ അഴിച്ചിട്ടേക്കുകയാണ്. അനുമോൾ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു കടായി ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞ് ഉടനെ പറയാം, അയ്യോ ഇപ്പോൾ ഇത് ചരിഞ്ഞ് വീണേനെയായിരുന്നു. അപ്പം ബിൻസി പറയുകയാണെ, അങ്ങോട്ട് ചരിച്ചിട്ടാലും ഇങ്ങോട്ട് നീ ചരിച്ചിട്ടേക്കരുത്. സരിക പറയുന്നത്, നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കറി അരിച്ചൊഴിക്കല്ലേ. സരിക ചോദിക്കുകയാണ്, നിന്നെ ഇവർ രണ്ടുപേരും ചൊറിയുവാണോ? അപ്പം അനുമോൾ പറഞ്ഞു, ചെറുതായിട്ട്. അതോ മാന്തുവാണോ? നീ സഹിക്കുമോ അതോ ഞാൻ ഇടപെടണോ? അനുമോൾ ചിരിച്ചുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു, ഏയ് ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാനേ ഉള്ളൂ. മുൻഷിയെ നോക്കി കളിയാക്കിക്കൊണ്ട് സരിക പറയുന്നുണ്ട്, ആദ്യത്താഴ്ച എന്നെ എവിക്റ്റായി പോയ കൊച്ച്. അനുമോൾ അവിടെ വെറുതെ നിൽക്കുക. ഉടനെ പറയാം, അത് അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനവൾ ചിരിച്ച്. എന്തൊരു വളിച്ച ഷോയാണ് ഇവരുടെ, എന്ത് വൃത്തികെട്ട ഷോ കാണിക്കുക. ഒരു ദിവസത്തേക്ക് വന്നിട്ട് ഇവർ ഇത്രയും ഷോ കാണിക്കും. 100 ദിവസം കൊണ്ട് ആ വീട്ടിൽ നിൽക്കുന്ന അവർ നോർമലായിട്ട് അവർ നിൽക്കുന്നുണ്ട്. ഇത്രയും ആൾക്കാർ വന്നിട്ട് പോലും ആ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേകതയില്ല. ഇത്ര ദിവസം കൊണ്ട് നിൽക്കുന്നവരാണ്, പക്ഷേ അവർക്ക് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ല. പക്ഷേ ഇവർ ഒരാഴ്ച കൊണ്ട് ഔട്ടായി പോയവരും രണ്ടാമത്തെ ആഴ്ച ഔട്ടായി പോയവരും ഒക്കെ കാണിക്കുന്ന പ്രഹസനം കണ്ടു കഴിഞ്ഞാൽ ബോറ്. ഈ സരിക കലാഭവനാണെങ്കിൽ ആൾക്കാരെ അങ്ങ് വെറുപ്പിക്കുക. അതുപോലൊരു ശാരിക കേവി. എന്തൊക്കെ പറയണമെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ഏതെല്ലാം ക്യാമറയുടെ ഫ്രണ്ടിൽ ചെന്ന് എന്തൊക്കെയാണ് അവർ പറയുന്നത്. സരിക പോയി കഴിഞ്ഞപ്പോഴത്തേനും അനുമോൾ ഇച്ചിരി ഉപ്പ് നോക്കാനായിട്ട് നമ്മുടെ ബിൻസിയുടെ കയ്യിലോട്ട് ഇച്ചിരി കറിയെടുത്ത് ഒഴിച്ചു കൊടുത്ത്. അപ്പോഴത്തേനും ബിൻസിയുടെ കൈ പൊള്ളിയെന്നും പറഞ്ഞിട്ട് കൈ അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞിട്ട് വാഷ് ബേസിനിലേക്ക് ഓടിപ്പോയിട്ട് കഴുകുകയാണ്. നിനക്ക് എന്തെങ്കിലും എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്തൂടെ? നീ വൈരാഗ്യം ഉള്ളതുപോലെ എൻ്റെ കൈ കറി എടുത്തൊഴിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് മുൻഷിയെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. ഇതാ കണ്ടോ, എൻ്റെ കൈ പൊള്ളിയത് കണ്ടോ? അപ്പോൾ അനുമോൾ പറഞ്ഞ്, അത്രയ്ക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ മുൻഷി കാണിച്ചു കൊടുക്കുകയാണ്, കൈയുടെ സൈഡാണ് കാണിക്കേണ്ടത്, അല്ലാതെ കൈവെള്ളയുടെ നടുക്ക് കാണിച്ചാൽ അവിടെ മൃദുലമായത്, അവിടെ ചൂട് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊള്ളും. എന്നിട്ട് ആ മുൻഷി പറയാണ്, ഞാൻ തൊട്ട് നോക്കിയിട്ട് എൻ്റെ കൈ പോലും പൊള്ളിപ്പോയി. അത്ര ചൂടോടാണോ നീ ഒഴിച്ചത്? എന്തോരം മനുഷ്യരാണെന്ന് നോക്കിയേ.